Hi, welcome back to Pixel Compass. I am Anandu. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. എന്താണ് യൂട്യൂബ് ഷോർട്സ്, എന്താണ് ഇത് മറ്റുള്ളതിൽ നിന്നുള്ള വ്യത്യാസം, ഇത് എങ്ങനെ ചെയ്യാം, യൂട്യൂബ് ഷോർട്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. 2021-2022 ആ ഒരു പീരീഡിലേക്ക് യൂട്യൂബ് $100 million ആണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ല, അതായത് ഈ ഇതുപോലൊക്കെയുള്ള 60 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ഒക്കെ ഉള്ള യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരുടെ വീഡിയോസൊക്കെ റീച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്ത് എല്ലാ മന്തിലും സെലക്ട് ചെയ്ത് കുറച്ച് പേർക്ക്, അതായത് കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അതിനുള്ള പ്രൈസ് മണി പ്രൊവൈഡ് ചെയ്യും. യൂട്യൂബിൻ്റെ സാധാരണ ഉള്ള ഒരു മോണിറ്റൈസേഷൻ, അതായത് യൂട്യൂബിന് സാധാരണ മോണിറ്റൈസേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് വരുന്നതനുസരിച്ചാണ് നമുക്ക് ക്യാഷ് വരിക. ഇവിടെ അതിനും ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് 1K സബ്സ്ക്രൈബേഴ്സും, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുള്ളൂ. ഇവിടെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ഓൾറെഡി നിങ്ങൾക്ക് ചാനൽ ഉണ്ടെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ ഈ വീഡിയോയുടെ വ്യൂ കൂടി പോവുകയാണെങ്കിൽ ആ വീഡിയോ ആ ഒരു കാറ്റഗറിയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ഒന്നുകിൽ അഡ്വർടൈസ്മെൻറ്റ് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആവുകയോ ഒക്കെയാണ് ചെയ്യുക. അപ്പം ഇത് മറ്റുള്ള ലെങ്തി അല്ലെങ്കിൽ നോർമൽ യൂട്യൂബ് വീഡിയോസിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് രീതികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് സെലക്ഷൻ, നിങ്ങളെ പ്രൈസിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൂന്നാമത് ഇത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നോർമൽ യൂട്യൂബ് ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഇൻ്റർഫേസ് അനുസരിച്ച് നമുക്ക് താഴെ കുറേ ഓപ്ഷൻസ് ഒക്കെ കാണാം. അതിൽ ഷോർട്സ് അതേപോലെ തന്നെ ആഡ് ഓപ്ഷൻസ് രണ്ടുണ്ട്. ഇന്ത്യയിൽ ഇവർ ബീറ്റ വേർഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം വരുന്ന സമയങ്ങളിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഷോർട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസും സെപ്പറേറ്റ് മെനു ഉള്ള പോലെ തന്നെ ഈ ഷോർട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് കാണാം. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ വെച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഗാലറിയിൽ നിന്ന് ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ട് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുക. അപ്പോൾ സാധാരണ റീൽസിലൊക്കെയുള്ള ഓപ്ഷൻസ് പോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ മ്യൂസിക് സെലക്ട് ചെയ്യാം. മ്യൂസിക് സെലക്ട് ചെയ്യുമ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മ്യൂസിക് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സബ്സ്ക്രിപ്ഷനൊക്കെ ആവണ്ടേ എന്ന് വിചാരിച്ച് യൂട്യൂബിൽ കണ്ടന്റ് ഇരിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു നല്ലൊരു ഓപ്ഷനാണ്. മെയിനായിട്ടും ഇത് മൊബൈൽ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയാണ് ഇവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് ഈ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ യൂട്യൂബിൽ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.